ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ഒരു പനീർ ടൊമാറ്റോ റൈസിൻ്റെ വീഡിയോ കാണിക്കാനായിരുന്നു. ആക്ച്വലി ഇതൊരു റെസിപ്പിയോ കുക്കറി വീഡിയോ ഒന്നുമല്ല. നമ്മൾ വീട്ടിൽ സൺഡേ ഉണ്ടാക്കിയൊരു ഫുഡ് നിങ്ങളിലോട്ട് ഷെയർ ചെയ്യുന്നു. നമുക്കിഷ്ടപ്പെട്ടു. സാധാരണ നമ്മൾ ടൊമാറ്റോ റൈസൊക്കെ യൂഷ്വലി ഉണ്ടാക്കാറുള്ളതാണ്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും നോൺബ് ആയതുകൊണ്ട് തന്നെ നോൺ വെജ് ഒന്നും പറ്റില്ല. അപ്പോൾ അമ്മയാണ് പറഞ്ഞത് ടൊമാറ്റോ റൈസ് അമ്മ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. സൺഡേ ആയതുകൊണ്ട് കുറച്ചുകൂടി സ്പെഷ്യലാക്കാനായിട്ട് പനീർ കൂടെ ഫ്രൈ ചെയ്യാമെന്ന്. നമ്മൾ പനീർ ഡ്രൈ ഫ്രൈ ആണ് ചെയ്തിരിക്കുന്നത്. ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പി നമ്മളിപ്പോൾ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല, അത് എല്ലാവർക്കും അറിയാം. അമ്മ ഇപ്പോൾ റൈസ് ഗാർണിഷ് ചെയ്യുവാണ്. റൈസിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു, റൈസ് വെന്തു. ഇതായിപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് ഗാർണിഷ് ചെയ്യുന്നു. സ്പെഷ്യലായിട്ട് നമ്മൾ ആരും യൂഷ്വലി നമ്മൾ ചെയ്യാത്തത് പനീർ ഡ്രൈ ഫ്രൈൻ്റെ വീഡിയോ ആണ് നമ്മൾ കാണിക്കുന്നത്. ഇതൊരു കോമ്പിനേഷനായിട്ട് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, എൻ്റെ വീട്ടിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ അമ്മ ഉണ്ടാക്കി പരീക്ഷിച്ച് വിജയിച്ചൊരു ഐറ്റമാണ്. അപ്പോൾ നമ്മൾ നോൺ വെജ് കഴിക്കാത്ത ആൾക്കാർക്കൊക്കെ വെജിറ്റേറിയൻ, അതായത് നോൻപ് കാലത്തൊക്കെ വെജൊക്കെ കഷ്ടപ്പെട്ട് കഴിക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ട് കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. ഇതാ പനീർ അമ്മ ഡ്രൈ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ബ്രൗൺ ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട്. നെയ്യിലാണിത് വറുക്കുന്നത്, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ചിക്കൻ കഴിക്കുന്ന പോലെ തന്നെ കറുമുറ് കഴിക്കാൻ പറ്റിയ പനീറായിരിക്കും ഇത്. നമ്മൾ മിൽക്കി മിസ്റ്റിൻ്റെ പനീറാണ് മേടിച്ചിരിക്കുന്നത്. നമ്മൾ ക്യൂബ്സായിട്ട് ലൈറ്റ് മസാല എന്തൊക്കെയാണെന്ന് അറിയാലോ. ഉപ്പും മുളക് മസാല, ചിലപ്പോൾ ചിക്കൻ മസാല ആവാം, ഗരം മസാല ആവാം, വേണേൽ കുറച്ച് കോൺഫ്ലോർ, അങ്ങനെ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ഇട്ട് നന്നായിട്ട് ലൈറ്റായിട്ടൊന്ന് പരട്ടിയെടുക്കുക. എന്നിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്യുക. നമുക്കിവിടെ മാഗ്നേറ്റ് ചെയ്യാൻ സമയമൊന്നും കിട്ടിയില്ല. ഇതൊക്കെ തീരുമാനങ്ങളൊക്കെ പെട്ടെന്നായതുകൊണ്ട് ഷടപടയായിരുന്നു. മാഗ്നേറ്റ് ചെയ്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. അത് നിന്നിട്ട് നെയ്യിലൊന്ന് വറുത്തെടുത്തിട്ട് ഈ റൈസിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഓർഗനൈസ് ചെയ്താൽ മതി. ഒന്ന് ഇളക്കി നെയ്യിൽ വറുക്കുന്നതുകൊണ്ട് തന്നെ ആ വറുത്ത നെയ്യും റൈസിലോട്ട് ഇടാവുന്നതാണ്. അമ്മ ഇപ്പോൾ ചെയ്തെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതങ്ങനെ നമ്മൾ വേണമെന്ന് വിചാരിച്ചെടുത്ത് പ്രിപ്പയർ ചെയ്തെടുത്ത വീഡിയോ ഒന്നുമല്ല. അതുകൊണ്ട് ഇത് അതിനനുസരിച്ചൊരു വോയിസ് ഒന്നും അല്ല ഈ കൊടുത്തിരിക്കുന്നത്. എന്നാലും ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയാം, ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് കഴിച്ചു നോക്കിയാൽ നിങ്ങൾ പിന്നെ എന്തായാലും ഇത് പിന്നെ ഉണ്ടാക്കും. കാര്യം അത്രയും ടേസ്റ്റാണ്. ടൊമാറ്റോ റൈസിൻ്റെ കാര്യത്തിൽ അതിപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. ഈ ഒരു കോമ്പിനേഷൻ ആയിട്ട് ഡ്രൈ ഫ്രൈ പനീറും കൂടെ ഒന്ന് ഇതിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, നോൺ വെജ് ഇഷ്ടമുള്ളവർക്ക്, വെജിറ്റേറിയൻ ഇഷ്ടമില്ലാത്തവർ പോലും ഇഷ്ടപ്പെട്ട് കഴിച്ചു പോവും. അത്രയും ടേസ്റ്റാണ്.